ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സയൻസിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള വാട്ടർ ആൻഡ് ലൈഫാണ്. അപ്പോൾ ഒരു പെൺകുട്ടി അവിടെ ഉണ്ടല്ലേ, ആ പെൺകുട്ടി എന്താ ചോദിക്കുന്നത്? വെയർ ആർ യു ഗോയിങ് സോ ഹറിഡ്ലി? ആരോടാ ചോദിക്കുന്നത്? റിവറിനോട്. എന്താ നീ എവിടേക്കാണ് ഇങ്ങനെ വേഗം പാഞ്ഞു പോകുന്നത്? അപ്പോൾ റിവർ എന്താ പറയണേ? ഇഫ് ഐ ഡോണ്ട് ഫ്ലോ ആൻഡ് എൻറിച്ച് ദ ലാൻഡ് പീപ്പിൾ വിൽ സഫർ. ഇപ്പോൾ ഞാൻ എന്താ ഈ ഓടിപ്പോയി എല്ലായിടത്തും എത്തിയില്ലെങ്കിൽ ആരായിരിക്കും സഫർ ചെയ്യുക? ആർക്കായിരിക്കും ബുദ്ധിമുട്ടുണ്ടാകുക? പീപ്പിൾ, മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ആര് പറയാണ്? റിവർ പറയുവാണല്ലേ. വാട്ട് മേക്സ് റിവർ സേ ദിസ്? എന്തുകൊണ്ടാണ് റിവർ ഇങ്ങനെ പറഞ്ഞത്? വാട്ടർ ഈസ് ദ ബേസിസ് ഓഫ് ലൈഫ്. കാരണം എന്താണ്? റിവറിൽ നിന്ന് കിട്ടുന്ന വെള്ളമൊക്കെ എന്താണ്? ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. വാട്ട് ഡു വി യൂസ് റിവർ വാട്ടർ ഫോർ? റിവർ വാട്ടർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കുളിക്കാം, കുടിക്കാം, ഡ്രിങ്ക് ചെയ്യാം, കുടിക്കാം, കുക്ക് ചെയ്യാം, ഇതിനെല്ലാം യൂസ് ചെയ്യുന്നത് അല്ലേ. ക്യാൻ റിവർ വാട്ടർ ബി യൂസ് ഡയറക്ട്ലി ഫോർ ഡ്രിങ്കിങ് ആൻഡ് ഡൊമസ്റ്റിക് പർപ്പസസ്? നമ്മൾ നേരത്തെ പറഞ്ഞു റിവർ വാട്ടർ നമുക്ക് ഡ്രിങ്ക് ചെയ്യാൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കത് ഡയറക്റ്റ്ലി അങ്ങ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അതിലെന്ത് ചെയ്യണം? നമ്മൾ പ്യൂരിഫൈ ചെയ്യണം, അതിനെ നമ്മൾ വൃത്തിയാക്കണം. അപ്പോൾ എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫിൽട്ടർ ഔട്ട് ലാർജ് ഡെബ്രിസ്. എന്ത് ചെയ്യണം? ആദ്യം വലിയ വലിയ വേസ്റ്റിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഫിൽട്ടർ ചെയ്യുക, റിമൂവ് ചെയ്യുക. അലോ വേസ്റ്റ് ടു സെറ്റിൽ. വേസ്റ്റിനെ എന്ത് ചെയ്യാൻ സമ്മതിക്കണം? സെറ്റിൽ ചെയ്യാൻ, വേസ്റ്റിനെല്ലാം അടിഞ്ഞു കൂടാനായിട്ട് അനുവദിക്കണം. സ്ട്രെയിൻ ത്രൂ മൾട്ടി ലെയർഡ് സീവ്സ്. എന്താ? നിങ്ങൾ അരിക്കുക, ഈ വെള്ളത്തിനെ അരിച്ചെടുക്കുക. അടുത്ത് ഡിസിൻഫെക്റ്റൻറ്റ്. ഡിസിൻഫെക്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അണുവിമുക്തമാക്കുക. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജസ് ഓഫ് ഫ്രഷ് വാട്ടർ. എങ്ങനെയെല്ലാമാണ് നമുക്ക് ഈ ഫ്രഷ് വാട്ടറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? ആദ്യം നമുക്ക് ടാങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും, എന്നിട്ട് ടാങ്കിൽ നിന്ന് വാട്ടർ ഹൗസസിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് വെള്ളം കിട്ടുന്നതെന്നാണ് അടുത്ത് പറഞ്ഞേക്കുന്നത്. വാട്ട് ആർ ദ അതർ സോഴ്സസ് ഓഫ് വാട്ടർ യു ഡിപ്പെൻഡ് ഓൺ? എങ്ങനെയൊക്കെയാണ് വെള്ളം നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്നാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെ കിട്ടും? വെൽ, എന്താണ്? കിണറിൽ നിന്ന് കിട്ടും. പോണ്ട്, എന്താണ്? കുളങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വെള്ളം എടുക്കാം. അതെടുത്ത് നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല, ഇതേപോലെ തന്നെ എന്താ? പ്യൂരിഫൈ ചെയ്യേണ്ടി വരും അല്ലേ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡു യു നീഡ് ഇൻ എ ഡേ? നിങ്ങൾ എത്ര ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത്? നിങ്ങൾ ഒരുപാട് വെള്ളം ഉപയോഗിക്കും അല്ലേ. അപ്രോക്സിമേറ്റ് ഡെയിലി യൂസ് ഓഫ് വാട്ടർ. നമ്മൾ ഏകദേശം എത്ര വെള്ളം ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു കണക്കാണ് കേട്ടോ. ടു ഡ്രിങ്ക്, നമ്മൾ കുടിക്കാൻ എത്ര ഉപയോഗിക്കും? 2.5 to 3.5 ലിറ്റർ. 2.5 മുതൽ 3.5 ലിറ്റർ വെള്ളം വരെ നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കും. ടു കുക്ക് ഫുഡ്, ഭക്ഷണം ഉണ്ടാക്കാനോ? 3 to 4 ലിറ്റർ. 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കും. ടു വാഷ് വെസൽസ് കഴുകാൻ, പാത്രങ്ങൾ കഴുകാനാണെങ്കിലോ? 6 to 8. 6 മുതൽ 8 ലിറ്റർ വെള്ളം വരെയാണ് വെസൽസ് കഴുകാൻ ഉപയോഗിക്കുന്നത്, പാത്രങ്ങൾ കഴുകാൻ. ടു ബാത്ത് ആൻഡ് ടു വാഷ് ക്ലോത്ത്സ്, നിങ്ങൾക്ക് കുളിക്കാനും തുണികളൊക്കെ കഴുകാനും എത്ര ലിറ്റർ വെള്ളം ഡെയിലി വേണ്ടി വരും? 30 ലിറ്റർ വെള്ളം. അടുത്ത ഫോർ സാനിറ്റേഷൻ, എന്താണ്? വൃത്തിയാക്കാനൊക്കെ എത്ര വേണം? 50 ലിറ്റർ വെള്ളം ഡെയിലി ഉപയോഗിക്കും. ഫോർ അതർ പർപ്പസസ്, വേറെ കാര്യങ്ങൾക്കൊക്കെ എത്ര ലിറ്റർ ഉപയോഗിക്കും? 30 ലിറ്റർ വെള്ളം വരെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ മൊത്തം ഒരു ദിവസം ടോട്ടൽ നമ്മൾ 121.5 to 125.5 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അടുത്തെന്താ തന്നേക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും എത്ര വെള്ളമാണ് ഉള്ളത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ബ്രെയിനിന് 73% ഓഫ് ബ്രെയിനും എന്താണ്? വാട്ടറാണ്. അടുത്ത ബ്ലഡിലെ 94%ഉം ആരാണ്? വാട്ടറാണ്. കിഡ്നിയിലെ 79%ഉം വാട്ടറാണ്. മസിൽസിൻ്റെ 75%ഉം വാട്ടറാണ്. ഹാർട്ടിൻ്റെയോ 75%ഉം വാട്ടറാണ്. അടുത്ത ലങ്സിൻ്റെ 83%ഉം വാട്ടറാണ്. ബോൺസിൻ്റെ 31%ഉം വാട്ടറാണ്. അപ്പോൾ ഏതിലാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ഉള്ളത്? ബ്ലഡിൽ അല്ലേ. അപ്പോൾ ബ്ലഡിൽ 94%ഉം വാട്ടറാണ്. വാട്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് ആരാണ്? വാട്ടറാണ്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ് ഫങ്ഷൻസ്. നമ്മൾ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ, നമ്മൾ നന്നായി മുന്നോട്ട് പോകണം, നമ്മളുടെ എല്ലാ അവയവങ്ങളും നന്നായി പ്രവർത്തിക്കണമെങ്കിൽ ആര് വേണം? വെള്ളം വേണം. വാട്ടർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് ഫങ്ഷൻസ്. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് വാട്ടർ ഇൻ പ്ലാന്റ്സിലുള്ള വെള്ളത്തിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് പ്ലാന്റ്സിൽ വാട്ടർ ചെയ്യുന്ന ഫങ്ഷൻ? ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് പ്ലാന്റ്. ലീവ്സിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കത്തില്ലേ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി. അപ്പോൾ ആ ലീവ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? പ്ലാന്റ്സിൻ്റെ
വേറെ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? വാട്ടറാണ്. ഫോർ ഫോട്ടോസിന്തസിസ്, സൂര്യപ്രകാശം ഉപയോഗിച്ച് എന്താണ് ഇലകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു. ആര്? പ്ലാന്റ്സ്. അത് എന്തിൻ്റെ സഹായത്താലാണ്? വെള്ളത്തിൻ്റെ സഹായത്താലാണ്. ടു ട്രാൻസ്പോർട്ട് ദ അബ്സോർബ്ഡ് മിനറൽസ് ടു ദി ലീവ്സ്. അപ്പോൾ മണ്ണ് ഒരുപാട് മിനറൽസിനെല്ലാം മണ്ണിൽ നിന്ന് ഒരുപാട് മിനറൽസിനെല്ലാം അബ്സോർബ് ചെയ്തിട്ടുണ്ടാവില്ലേ ട്രീസിൻ്റെ റൂട്ട്സ്? അതിനെ എല്ലാത്തിനെയും ലീവ്സിലേക്ക് കൊണ്ടുപോകണം. അതിന് ആരാണ് സഹായിക്കുന്നത്? വെള്ളം. ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ് ബോഡി, പ്ലാന്റ്സിനെ നിലനിർത്താൻ, പ്ലാന്റ്സിൻ്റെ സ്ട്രക്ചർ എല്ലാം നിലനിർത്താൻ ആരാണ് സഹായിക്കുന്നത്? വെള്ളമാണ് സഹായിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ഫങ്ഷൻസ് 4 അല്ലേ? അത് 4 നമ്മളിപ്പോൾ പഠിച്ചത്. അടുത്ത് നമ്മൾ പഠിക്കേണ്ട എന്തിനെ പറ്റിയ? കളർ ആൻഡ് ഷേപ്പ്. വെള്ളത്തിൻ്റെ കളറിനെയും ഷേപ്പിനെയും പറ്റി. വെള്ളത്തിന് എന്തെങ്കിലും ഒരു കളറുണ്ടോ? ഇല്ല അല്ലേ? കളറും ഇല്ല, ഷേപ്പും ഇല്ല. ഇറ്റ് ഡസ് നോട്ട് ഹാവ് കളർ ഓർ ഓർഡർ, സോ ഇറ്റ് മസ്റ്റ് ബി പ്യുവർ വാട്ടർ. അപ്പോൾ എന്താണ്? ശുദ്ധമായ ജലമാണെങ്കിൽ അതിൽ കളറും ഉണ്ടാവാൻ പാടില്ല, ഓർഡർ ഒരു മണവും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്താ? ഡിഡ് യു നോട്ടീസ് ദ ചൈൽഡ്സ് ഒപ്പീനിയൻ? ഈ കുട്ടീൻ്റെ ഒപ്പീനിയൻ നിങ്ങൾ കണ്ടോ? അഭിപ്രായം നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ അത് തന്നെയല്ലേ നിങ്ങളുടെ അഭിപ്രായം? അല്ല, ആണോ? അതെ അല്ലേ? വാട്ടർ ഡസ് നോട്ട് ഹാവ് കളർ ആൻഡ് ഓർഡർ. അപ്പോൾ വെള്ളത്തിന് എന്തില്ല? കളറും ഇല്ല, മണവും ഇല്ല. അടുത്തെന്താ കൊടുത്തിരിക്കുന്നത്? ഒരു വാട്ടറിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണല്ലേ? അതായത് വെള്ളം ശുദ്ധമാണോ എന്നറിയാൻ നടത്തിയ ഒരു ടെസ്റ്റിങ്ങിൻ്റെ റിസൾട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയേ. ടെസ്റ്റഡ് ഫാക്ടർ, എന്തൊക്കെ ഫാക്ടറാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. കളർ, ഓർഡർ, ബാക്ടീരിയ. കളറുണ്ടോ? ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിന് കളറുണ്ടോ? പ്രസൻസിനോ? അപ്പോൾ കളറില്ല, ഓർഡർ ഇല്ല, അത് പക്ഷേ അതിൽ ബാക്ടീരിയ ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന വാട്ടറിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ്. ഇവിടെ നമ്മൾ കൊടുത്ത വെള്ളത്തിന് ഇവർ തന്ന ഒരു ടെസ്റ്റിംഗ് റിപ്പോർട്ടാണ് ഇത്. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ടെസ്റ്റിംഗ് വാട്ടർ ലൈക്ക് ദിസ്? ഇതുപോലെ നമ്മൾ വെള്ളത്തിന് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? വെള്ളത്തിൽ വല്ല ബാക്ടീരിയ ഉണ്ടോ, കളറുണ്ടോ, ഓർഡർ ഉണ്ടോ എന്നെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ഓരോ ഉപയോഗങ്ങളും തീരുമാനിക്കാൻ പറ്റും. ഈ വെള്ളം എന്തിനു ഉപയോഗിക്കാമെന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. വെള്ളത്തിന് ഷേപ്പ് ഉണ്ടോ? ഡസ് വാട്ടർ ഹാവ് എ ഷേപ്പ്? ഇത് നോക്കൂ, 4 കണ്ടെയ്നേഴ്സ് തന്നിട്ടുണ്ടല്ലേ? 4ൻ്റെയും ഷേപ്പ് എന്താണ്? വ്യത്യസ്തമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും 4 കണ്ടെയ്നേഴ്സിൽ വെള്ളം എടുക്കുക. എന്നിട്ട് നോക്കുക വെള്ളത്തിന് എന്താണ്? ഈ 4 കണ്ടെയ്നേഴ്സിൻ്റെയും ഷേപ്പായിരിക്കും വെള്ളത്തിൻ്റെയും ഷേപ്പ്. കാരണം എന്താ? വെള്ളത്തിന് സ്വന്തമായി ഒരു ഷേപ്പില്ല. വാട്ടർ ഡസ് നോട്ട് ഹാവ് ഷേപ്പ് ആൻഡ് സൈസ്. നമ്മളൊരു പാത്രത്തിലെടുത്താൽ പാത്രത്തിൻ്റെ സർക്കിൾ ഷേപ്പിലായിരിക്കും വെള്ളം. നമ്മളൊരു കപ്പിലെടുത്താലോ കപ്പിൻ്റെ ഷേപ്പിലായിരിക്കും. ഇനി ഒരു മഗ്ഗിലെടുത്താൽ മഗ്ഗിൻ്റെ ഷേപ്പിലായിരിക്കും വെള്ളം ഉണ്ടായിരിക്കുക. സിങ്ക് ഓർ ഫ്ലോട്ട്. സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? മുങ്ങിപ്പോവുക. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകിക്കിടക്കുക. അപ്പോൾ എന്ത് സാധനം നമ്മൾ ഇട്ടാൽ അതിന് 2 പോസിബിലിറ്റിയാണ് ഉള്ളത്. ഒന്നേ അത് മുങ്ങിപ്പോകാം, അല്ലെങ്കിലോ അതെന്താ? പൊങ്ങിക്കിടക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു കല്ലെടുത്തിട്ടാൽ എന്താ? അത് മുങ്ങിപ്പോകും. അതിനെന്തെന്നാ പറയുക? സിങ്ക്. ഇനി നിങ്ങളൊരു പേപ്പർ ബോട്ട് ഉണ്ടാക്കിയിട്ടാലോ അത് ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ അതിനെന്തെന്നാ പറയുക? അത് എന്താണ്? ഒഴുകും. അതിനെന്താ പറയുക? ഫ്ലോട്ടിങ്. നമുക്കൊരു ചാർട്ട് തന്നിട്ടുണ്ടല്ലേ? എന്നിട്ട് ഒരുപാട് ഒബ്ജക്ട്സ് തന്നിട്ട് ആ ഓരോ ഒബ്ജക്ട്സും സിങ്ക് ചെയ്യാണോ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സിങ്ക് ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമ്മളൊരു ക്രോസ് മാർക്ക് ഇടുക. ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ? ടിക്ക് ഇടുക. അതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ട ആക്ടിവിറ്റി. സ്റ്റോൺ, കല്ല് പൊങ്ങിക്കിടക്കുമോ അതേ മുങ്ങിപ്പോകുമോ വെള്ളത്തിലിടുമ്പം? മുങ്ങിപ്പോകുമോ അല്ലേ? അപ്പോൾ എന്താ? അതിന് നിങ്ങൾ ഒരു ക്രോസ് മാർക്ക് ഇട്ടു. അടുത്ത് ബലൂൺ വെള്ളത്തിലിട്ട് അത് പൊങ്ങിക്കിടക്കും, അതുകൊണ്ട് അതിനൊരു ടിക്ക് ഇട്ടു. കോയിൻ അറിയാലോ, 1 രൂപ 2 രൂപ കോയിൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ കോയിൻ നമ്മൾ വെള്ളത്തിലിട്ടാൽ അത് താഴ്ന്നു പോകുകയുള്ളൂ. അപ്പോൾ എന്താ? അതിനൊരു സിങ്ക് ചെയ്യുന്നതാണ് അർത്ഥം. അപ്പോൾ അത് നമ്മൾ ക്രോസ് മാർക്ക് ഇട്ടു. അടുത്ത് വുഡ് പീസ്, നമ്മളൊരു തടി കഷ്ണം വെള്ളത്തിലിട്ടാൽ അത് പൊങ്ങിക്കിടക്കും. അടുത്ത് ക്യാംഫർ, കർപ്പൂരം വെള്ളത്തിലിട്ടാലും അതും പൊങ്ങിക്കിടക്കും. അതുകൊണ്ട് ഇതിനെല്ലാം നമ്മൾ എന്താ ഇടുക? ടിക്ക്. അടുത്ത് പ്ലാസ്റ്റിക് എല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? കുപ്പിയൊക്കെ. അപ്പോൾ അതും പൊങ്ങിക്കിടക്കും, അതുകൊണ്ട് ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത് അയൺ നെയിൽ, എന്താണ്? ആണി, ഇരുമ്പിൻ്റെ ആണി വെള്ളത്തിലിട്ടാൽ അതെന്ത് ചെയ്ത് പോവും? താഴ്ന്നു പോവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന് ക്രോസ് ഇടും. അടുത്ത ലീഫ് എന്ന് പറഞ്ഞാൽ ഇലകൾ നമ്മൾ വെള്ളത്തിലിട്ടാലോ അത് പൊങ്ങിക്കിടക്കുകയല്ലേ ചെയ്യുക, അതുകൊണ്ട് അത് ഫ്ലോട്ട് ചെയ്യാണ് ചെയ്യുക. അടുത്ത വാക്സ്, മെഴുക് വെള്ളത്തിലിട്ടാൽ എന്താ പറ്റുക? അത് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഐസ് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്ത് കിടക്കും വെള്ളത്തിൽ. ഐസ് നമ്മളെടുത്ത് വെള്ളത്തിലിട്ടാൽ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കത്തേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സിങ്കും ഫ്ലോട്ടും മനസ്സിലായല്ലോ. അടുത്ത് എന്താ? നമ്മൾ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യുന്ന ഓരോ സബ്സ്റ്റൻസ് ഫ്ലോട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പ്രോപ്പർട്ടീസ് എവിടെയെല്ലാം ഉപയോഗിക്കും എന്നുള്ളതാണ്. നമ്മൾ എന്താണ്? ഷിപ്പ് ഫ്ലോട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് കപ്പൽ പോകുന്നത്? ഈ ഫ്ലോട്ടിംഗ് ഉപയോഗിച്ചിട്ടാണ്.
അടുത്തെന്തിനെ പറ്റിയാ? സോലുബിൾ ആൻഡ് ഇൻസോലുബിൾ, അലിഞ്ഞ് ചേരുന്നവയും അലിഞ്ഞ് ചേരാത്തവയും. അപ്പോൾ ഇവരെന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്, ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ആദ്യം അവർ ലെമൺ എടുത്തു, വെള്ളത്തിലേക്ക് ആഡ് ചെയ്തു, എന്നിട്ട് അവർ ഷുഗർ ഇടണം എന്നുള്ള ചേട്ടൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ലെമൺ ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ പെൺകുട്ടി എന്താ ചോദിക്കണേ? എവിടെയാണ് അപ്പോൾ ഷുഗർ എവിടെ പോയി? ഇതിലിട്ട ഷുഗർ എവിടെയാണ് പോയെന്ന് ചോദിക്കുക. അപ്പോൾ എന്താ അയാൾ പറയണേ? ഷുഗർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, ഷുഗർ വെള്ളത്തിൽ അലിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഷുഗർ അലിഞ്ഞു പോകുന്നത് വെള്ളത്തിൽ? ഡു ഓൾ സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ, എല്ലാ സബ്സ്റ്റൻസും വെള്ളത്തിൽ ഡിസോൾവ് ആകുമോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാ സബ്സ്റ്റൻസും വെള്ളത്തിൽ ഡിസോൾവ് ആകത്തില്ല. ഓൾ സബ്സ്റ്റൻസസ് ഡിസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. അടുത്തെന്താ? ഹൗ ഡു വി ഫൈൻഡ് സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ഒരു സബ്സ്റ്റൻസ് ഡിസോൾവ് ആയോ ഇല്ലയോ എന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഓരോ സാധനങ്ങളെടുത്ത് വെള്ളത്തിലിട്ട് നോക്കണം. അപ്പോൾ അത് അലിയുകയാണെങ്കിൽ അത് എന്താണ്? വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന സോലുബിൾ സബ്സ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ അതിന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇൻസോലുബിൾ ആണ്. കാണാൻ പറ്റുന്നില്ല, അത് അലിഞ്ഞു ചേർന്നു എന്നുണ്ടെങ്കിൽ അത് സോലുബിൾ സബ്സ്റ്റൻസ് ആണ്. ഇവിടെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അത് സോലുബിൾ ആണോ, വെള്ളത്തിൽ സോലുബിൾ ആണോ ഇൻസോലുബിൾ ആണോ എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ആദ്യം നോക്കിയേ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഷുഗർ, സോൾട്ട്, വാക്സ്, വിനെഗർ, അങ്ങനെ കുറച്ച് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഡിസോൾവ് ആകുന്നത് വെള്ളത്തിലെന്ന് ഫസ്റ്റ് കോളത്തിലും ഏതൊക്കെയാണ് ഡിസോൾവ് ആകാത്തത് എന്ന് സെക്കൻഡ് കോളത്തിലും എഴുതണം. അപ്പോൾ ആദ്യം ഏതൊക്കെയാണ് ഡിസോൾവ് ആകുന്നതെന്ന് നോക്കാം. ഷുഗർ ഡിസോൾവ് ആകും, സോൾട്ട്, വിനെഗർ, ബേക്കിംഗ് സോഡ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ക്യാംഫർ, കോപ്പർ സൾഫേറ്റ്, ഈ സബ്സ്റ്റൻസ് എല്ലാം വെള്ളത്തിൽ അലിഞ്ഞ് ചേരും വെള്ളത്തിലിട്ട. ഇനി അലിഞ്ഞ് ചേരാത്ത ആരൊക്കെയാണ്? വാക്സ്, കെറോസിൻ, കോക്കനട്ട് ഓയിൽ, മണ്ണെണ്ണ, എണ്ണ തുടങ്ങിയവയൊന്നും വെള്ളത്തിൽ അലിഞ്ഞ് ചേരില്ല. അപ്പം എന്താ ഈ അടുത്ത് നോക്കിയ ഒരു അക്വേറിയം ഒക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ. സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസും ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസും വെള്ളത്തിൽ അലിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തെന്താ? ഗ്യാസസ് ഡിസോൾവ് ഇൻ വാട്ടർ. ഗ്യാസസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമോ എന്നാണ് ചോദ്യം. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഫിഷസ് ഒക്കെ വെള്ളത്തിൽ ജീവിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നോക്കിയേ. സം ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം വെള്ളത്തിൽ ഡിസോൾവ് ആകും. അങ്ങനെയാണ് ഈ ഫിഷസിനെല്ലാം ഓക്സിജൻ കിട്ടി അവർ വെള്ളത്തിൻ്റെ അടിയിൽ ജീവിക്കുന്നത്. വേർ ഡു ദ ഫിഷേഴ്സ് ഗെറ്റ് ഓക്സിജൻ? ഫിഷസ് ഇൻ അക്വാറിയം ഗെറ്റ് ഓക്സിജൻ ടു ബ്രീത്ത്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഓക്സിജൻ കിട്ടുന്നതെന്നാണ് ഫിഷസിന്. എങ്ങനെയാണ്? ഫിഷസ് ഇൻ അക്വാറിയം ഗെറ്റ് ഓക്സിജൻ വിച്ച് ഇസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന ഓക്സിജൻ ഉപയോഗിച്ചാണ് അവർ ശ്വസിക്കുന്നത്. അടുത്തെന്താ? നമ്മൾ ഈ സോഡയൊക്കെ തുറക്കുമ്പോൾ അതിൽ കൂടെ വെള്ളം നല്ല ഒരു ശബ്ദം കേൾക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. എന്നിട്ട് അതിനകത്ത് ബബിൾസ് ഒക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സോഡ വാട്ടർ ഈസ് മെയ്ഡ് ബൈ ഡിസോൾവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ. സോഡ വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ വെള്ളത്തിൽ അലിയിച്ച് ചേർത്ത് അതിന് ഡിസോൾവ് ചെയ്യിച്ചാണ് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. ബബിൾസ് ആർ കോസ്ഡ് ബൈ ദ റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെൻ ദ സോഡ ബോട്ടിൽ ഈസ് ഓപ്പൺഡ്. സോഡ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം പുറത്ത് വരുന്നതാണ് ഈ ബബിൾസ് ആയിട്ട് നമ്മൾ കാണുന്നത്. വാട്ട് വാസ് ദ ഡിസോൾവ് വെൻ ദ ലെമൺ ജ്യൂസ് വാസ് പ്രിപ്പയർഡ്? നമ്മൾ ലെമൺ ജ്യൂസ് പ്രിപ്പയർ ചെയ്തപ്പോൾ എന്തൊക്കെയാണ് ഡിസോൾവ് ചെയ്തത്? എന്തൊക്കെയാണ് ഡിസോൾവ് ചെയ്തത്? ലെമണും ഷുഗറും ആണ് ഡിസോൾവ് ചെയ്തത്. എ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഈസ് കാൾഡ് സൊല്യൂട്ട്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ലയിച്ച് ചേരുന്ന സാധനത്തിനെയാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ആൻഡ് സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഇറ്റ് ഡിസോൾവ്സ് ഈസ് കാൾഡ് എ സോൾവെൻറ്റ്. എന്തിലാണോ ലയിച്ച് ചേരുന്നത് അതിനാണ് എന്തെന്ന് പറയുന്നത്? സോൾവെൻറ്റ് എന്ന് പറയുന്നത്. എ സൊല്യൂഷൻ ഈസ് ഫോംഡ് വെൻ ദ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ സോൾവെൻറ്റ്. ഒരു സൊല്യൂട്ടിനെ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നത്. അതായത് കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളൊരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. ഷുഗർ എടുത്ത് വെള്ളത്തിലിടുകയാണ്. അപ്പോൾ അവിടെ കുറച്ചുള്ളത് ഏതാണോ അതായിരിക്കും എപ്പോഴും സൊല്യൂട്ട്. അപ്പം നമ്മൾ ഏതിനെയാണ് വെള്ളത്തിൽ അലിയിച്ച് ചേർക്കാൻ പോകുന്നത്? എന്തിനെയാണ്? ഷുഗറിനെ. അപ്പോൾ എന്തിനെയാണോ നമ്മൾ അലിയിച്ച് ചേർക്കാൻ പോകുന്നത് അതാണ് സൊല്യൂട്ട്. എന്തിലാണ് നമ്മൾ അലിയിച്ച് ചേർത്തതിനെ? വെള്ളത്തിലല്ലേ. അപ്പോൾ അതിനെന്തെന്ന് പറയും? സോൾവെൻ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ സൊല്യൂട്ട് ആരാണ്? ഷുഗർ. സോൾവെൻ്റ് ആരാണ്? വാട്ടർ. എനിക്ക് എളുപ്പത്തിന് എങ്ങനെ മനസ്സിലാക്കാം? കുറച്ചുള്ളത് ആരാണോ അത് സൊല്യൂട്ട്, ഒരുപാടുള്ളത് ആരാണോ അത് സോൾവെൻ്റ് ആയിരിക്കും കേട്ടോ മെജോറിറ്റി കേസിലും. അടുത്ത് നമുക്ക് ഇവിടെ ഓരോ സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. ഷുഗർ സൊല്യൂഷൻ, സോഡ, സോൾട്ട് സൊല്യൂഷൻ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സൊല്യൂട്ട്, ഏതൊക്കെയാണ് സോൾവെൻ്റ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഷുഗർ സൊല്യൂഷൻ എടുത്താൽ ഷുഗർ സൊല്യൂഷനിൽ ആരാണ് കുറച്ചുള്ളത്? അപ്പോൾ ഷുഗറാണ് സൊല്യൂട്ട്, വാട്ടർ സോൾവെൻ്റ്. സോഡ എടുത്താൽ കാർബൺ ഡൈ ഓക്സൈഡാണ് സൊല്യൂട്ട്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ വാട്ടറിൽ ലയിപ്പിക്കുകയാണല്ലേ. അപ്പോൾ സോൾവെൻ്റ് ആരാണ്? വാട്ടർ. സോൾട്ട് വാട്ടർ എടുത്താൽ സോൾട്ടാണ് സൊല്യൂട്ട്, സോൾവെൻ്റ് ആരാണ്?
വാട്ടർ. അടുത്തത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഗം, ഇത് ചക്ക പശയൊക്കെ ഇല്ലേ, അത് ടാറ് ഇതെല്ലാം എവിടെയെങ്കിലും ഒട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ റിമൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് അതിന് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താണ്, ഇല്ല. കാരണം എന്താണ്, ഈ ജാക്ക് ഫ്രൂട്ട് ഗമ്മും ടാറോ ഒന്നും വെള്ളത്തിൽ ലയിക്കത്തില്ല. അതുകൊണ്ട് നമ്മളതിനെ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ കെറോസിനോ ഒക്കെ ഉപയോഗിച്ചാണ് അതിനെ റിമൂവ് ചെയ്യുന്നത്. കാരണം ഇതൊന്നും എന്താണ് ജാക്ക് ഫ്രൂട്ട് ഗമ്മോ ടാറോ വെള്ളത്തിൽ ലയിക്കത്തില്ല. വെള്ളത്തിലൊരു കാര്യം ലയിച്ചാൽ മാത്രമേ അതിനെ നമുക്ക് വെള്ളം ഉപയോഗിച്ച് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ആരൊക്കെയാണ്, കോക്കനട്ട് ഓയിലും കെറോസിനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത നമുക്കിപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇങ്കൊക്കെ നിങ്ങളുടെ ക്ലോത്ത്സിനൊക്കെ വീഴാറില്ലേ, മഷിയെല്ലാം നിങ്ങളുടെ ഉടുപ്പിലൊക്കെ വീഴുമെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ റിമൂവ് ചെയ്യുന്നത്, നമുക്കതിന് വെള്ളം വെച്ച് കഴുകി അങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളവിടെ ഇങ്ക് റിമൂവറാണ് കൊണ്ടുവരുന്നത്. കാരണം ഈ ഇങ്കെല്ലാം ഇങ്ക് റിമൂവറിൽ ഡിസോൾവ് ആകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ക് റിമൂവർ ഉപയോഗിച്ച് ഇങ്കിനെല്ലാം എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം, എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ആയാൽ മാത്രമേ നമുക്ക് ആ ലിക്വിഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കോളൻ തന്നിട്ടുണ്ട്. അവിടെ ഷുഗർ, സോൾട്ട്, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ്, ക്യാംഫർ മുതലായ സബ്സ്റ്റൻസ് ഏതൊക്കെ സോൾവെൻസിൽ ലയിക്കും എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇപ്പോൾ ലയിക്കും എന്നാണ് നമ്മൾ ഒരു സോൾവെൻറ്റ് ലയിക്കും നമുക്ക് മനസ്സിലായാൽ നമ്മളതിൽ ടിക്ക് ചെയ്യുക, ലയിക്കത്തില്ലെങ്കിൽ ക്രോസ് ചെയ്യണം. അപ്പോൾ ആദ്യം നോക്കിയ വാട്ടറിൽ ഷുഗറും സോൾട്ടും ബേക്കിംഗ് സോഡയും കോപ്പർ സൾഫേറ്റും ക്യാംഫറും ഇവരെല്ലാവരും വാട്ടറിൽ ലയിക്കും. എന്നാൽ കെറോസിനിൽ മണ്ണെണ്ണയിൽ ഷുഗറും ലയിക്കത്തില്ല, സോൾട്ടും സോഡയും കോപ്പർ സൾഫേറ്റ് ഒരു കെമിക്കലാണ് കേട്ടോ. പിന്നെന്താണ്, കർപ്പൂരം, ക്യാംഫർ ലയിക്കും, ബാക്കിയൊന്നും എന്ത് ചെയ്യില്ല, ലയിക്കത്തില്ല. കോക്കനട്ട് ഓയിലിലും ഷുഗറോ സോൾട്ടോ ബേക്കിംഗ് സോഡയോ കോപ്പർ സൾഫേറ്റോ ലയിക്കില്ല. ക്യാംഫർ, കർപ്പൂരം മാത്രമാണ് ലയിക്കുന്നത്. അപ്പോൾ എന്താണ് അടുത്ത് നോക്കിയേ, വാട്ടർ ഹാസ് ദി എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസസ്. ഒരുപാട് സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് വെള്ളത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നു. വെള്ളത്തിൽ ഇവിടെ നോക്കി എല്ലാ സബ്സ്റ്റൻസും ഡിസോൾവ് ചെയ്തിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ അതേപോലെ കെറോസിനിലോ കോക്കനട്ട് ഓയിലോ എല്ലാം ഡിസോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ വെള്ളത്തിൽ ഒരുപാട് സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉള്ളതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്, യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു, വെള്ളത്തിലൊരു സാധനം അലിയുന്നു എന്നുള്ള ഒരു എന്താണ് പ്രോപ്പർട്ടി എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. ടു വാഷ് ക്ലോത്ത്സ്, ഇപ്പോൾ നമ്മൾ ഡിറ്റർജൻറ്റ് വെള്ളത്തിലിടത്തില്ലേ, അപ്പോൾ ഡിറ്റർജൻ്റ് എല്ലാം വെള്ളത്തിൽ അലിയുന്നതുകൊണ്ടാണ് നമുക്ക് എന്താണ് ക്ലോത്ത്സ് വാഷ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇവിടെ നോക്കിയാൽ ഇവിടെ 2 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ടേക്ക് വാട്ടർ ഇൻ 2 glasses ആൻഡ് മിക്സ് ഷുഗർ ഗ്രെയിൻസ് ഇൻ 1 ആൻഡ് പൗഡർഡ് ഷുഗർ ഇൻ അനദർ. അപ്പോൾ 2 ഗ്ലാസ്സിലായിട്ട് നമ്മൾ എന്തെടുക്കണം, വാട്ടർ എടുക്കണം. എന്നിട്ട് ഒന്നിൽ നമ്മൾ ഷുഗറും ഇടണം, മറ്റതിൽ ഷുഗർ പൗഡറും ഇടണം. അപ്പോൾ ഏതായിരിക്കും വേഗം ലയിക്കുന്നത്, ഷുഗർ പൗഡറാണ് വേഗം ലയിക്കുന്നത്. പൗഡേർഡ് വൺ ഡിസോൾവ്സ് ഫാസ്റ്റർ ദാൻ അതർ. അത് ഷുഗറിലെന്നല്ല എന്തിലായിരുന്നാലും അങ്ങനെയാണ്. ഒന്ന് നല്ല പൗഡർ പോലെ പൊടിഞ്ഞ ഒരു സബ്സ്റ്റൻസ് വേഗം വെള്ളത്തിൽ ഡിസോൾവ് ആകും. അടുത്തെന്താ, ടേക്ക് 2 glasses ഓഫ് വാട്ടർ. 2 ഗ്ലാസ് വെള്ളം എടുത്തു. ഒന്നിൽ ഡിസോൾവ് ഷുഗർ ഇൻ ദ ഫസ്റ്റ് ഗ്ലാസ് വിത്ത് സ്റ്റിറിങ് ആൻഡ് ഡിസോൾവ് ദ ഷുഗർ ഇൻ സെക്കൻഡ് ഗ്ലാസ് വിത്തൗട്ട് സ്റ്റിറിങ്. അപ്പോൾ ഷുഗർ ആദ്യത്തെ ഗ്ലാസ്സിലിട്ടു, അതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. എന്നാൽ രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഷുഗർ ഇട്ടിട്ട് അത് നമ്മൾ ഇളക്കുന്നേ ഇല്ല. അപ്പോൾ ഏതിലാണോ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് അതാണ് വേഗം ഡിസോൾവ് ആകുന്നത്. അടുത്ത് നമ്മൾ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇങ്ക് ഇടുക. ഹോട്ട് വാട്ടറിലാണ് ഇങ്ക് വേഗം ഡിസോൾവ് ആകുന്നത്. അപ്പോൾ ഹോട്ട് വാട്ടറിലാണ് എന്തും വേഗം ഡിസോൾവ് ആകുന്നത്. അപ്പോൾ നല്ല പൊടിഞ്ഞതിൽ നല്ല ഇളക്കി കൊടുത്തത്, അടുത്ത് നല്ല ഹോട്ട് വാട്ടർ, ഇതിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലെല്ലാം നല്ല വേഗം ഡിസോൾവ് ആകുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇനി നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, എന്നാലേ ഷുഗർ വേഗം ഡിസോൾവ് ആകത്തുള്ളൂ. അടുത്ത് വാട്ടർ ഇൻ മെനി ഫോംസ്. വെള്ളം ഒരുപാട് ഫോംസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഫോംസിൽ വെള്ളം നമ്മൾ ഫ്രീസർ കയറ്റി വെച്ച് ഐസ് ആക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ നല്ല ചൂടാക്കുമ്പോൾ അത് ആവിയായി പോകുന്ന കണ്ടിട്ടുണ്ട്. അല്ലാതെ നമ്മൾ നോർമൽ വെള്ളം ലിക്വിഡ് ഫോമിലുള്ള വെള്ളവും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഐസ് കണ്ടിട്ടില്ലേ, ഐസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഐസ് നമുക്ക് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഐസ് നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് ഐറ്റംസ് ഫ്രം സ്പോയിലിംഗ്. ഇപ്പോൾ മീനൊക്കെ കൊണ്ടുവരുമ്പോൾ മീനിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഐസൊക്കെ ഇട്ടാണ് കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്, ഇപ്പോൾ എന്തെങ്കിലും മുറിവ് പറ്റിയാൽ നമ്മൾ ഐസ് വെക്കുന്ന കണ്ടിട്ടില്ല, എന്തെങ്കിലുമൊക്കെ മുറിവൊക്കെ ഒരാൾക്ക് പറ്റി നമ്മൾ വേഗം അവിടെ കൊണ്ടുവന്ന് ഐസ് വെക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്,
പിന്നെ നിങ്ങൾ ജ്യൂസൊക്കെ കുടിക്കാൻ പോകുമ്പോൾ ജ്യൂസിലെല്ലാം ഐസ് ഇട്ട് തന്ന് കണ്ടിട്ടില്ലേ? അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? അടുത്തെന്താണ്, ഐസ് നമ്മൾ വെറുതെ പുറത്തെടുത്ത് വെച്ച ഐസ് മെൽറ്റ് ആവാതെ ഉരുകും. വെൻ ഐസ് ഈസ് കെപ്റ്റ് ഇൻ എ വെസൽ, ഐസ് നമ്മളൊരു വെസലിൽ വെച്ചാൽ ഐസ് എന്താകും? മെൽറ്റ് ചെയ്ത് ഉരുകി വെള്ളമായിട്ട് മാറും. വെൻ ഐസ് ഈസ് ഹീറ്റഡ്, ഐസ് നമ്മൾ ചൂടാക്കിയാലോ ഐസ് ആദ്യം വെള്ളമാകും. ആൻഡ് വെള്ളം പിന്നെ എന്ത് ചെയ്യും? ബോയിൽ ചെയ്യും, നല്ല തിളയ്ക്കും. അടുത്തെന്താണ്, വെൻ ദ വാട്ടർ ഇൻ ദ വെസൽ ബോയിൽസ്, അപ്പോൾ ഈ തിളയ്ക്കുന്ന വെള്ളം, ഒരു വെസലിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചു, ഈ തിളയ്ക്കുന്ന വെള്ളം എന്തായിട്ട് മാറും? ഇറ്റ് ഇവാപ്പറേറ്റ്സ്, അതെന്തായിട്ട് മാറും? ആവിയായിട്ട് മാറും. വെൻ ലുക്കിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ലിഡ് ഓഫ് ദ വെസൽ ആഫ്റ്റർ ബോയിലിംഗ് ഓഫ് വാട്ടർ, നമ്മൾ വെള്ളം എല്ലാം ചൂടാക്കാനായിട്ട് വെച്ചു, എന്നിട്ട് ഒരു അടപ്പ് വെച്ച് അതിനെ അടച്ചു. അതിനെ അടച്ചിട്ട് അത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എന്താണ്? അതിലെല്ലാം ഇങ്ങനെ തുള്ളി തുള്ളിയായിരിക്കുന്ന കണ്ടിട്ടില്ലേ? അതെന്ത് പ്രോസസ്സാണ്? കണ്ടൻസേഷൻ പ്രോസസ്സാണ്. ആ ആവിയായി വന്നതെല്ലാം തണുത്താണ് അങ്ങനെ ചെറിയ ചെറിയ വെള്ളത്തുള്ളികളായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഇറ്റ് കണ്ടൻസസ് ടു ഡ്രോപ്സ് ഓഫ് വാട്ടർ. ഈ ആവിയായി വന്ന വെള്ളം എല്ലാം എന്താകും? ഈ അടപ്പിൽ തട്ടിയിട്ട് അവിടെ കണ്ടൻസ് ചെയ്ത് വീണ്ടും വെള്ളത്തുള്ളികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പല സിറ്റുവേഷൻസ് കണ്ടു അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി വെള്ളത്തിന് ചൂടിനെ എന്താണ് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. അപ്പോൾ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ അത് തിളയ്ക്കുന്നതെല്ലാം. അപ്പം എന്താണ്? വാട്ടർ ക്യാൻ കണ്ടക്ട് ഹീറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് നമ്മൾ എവിടെയെല്ലാം ഉപയോഗിക്കുന്ന ഈ പ്രോപ്പർട്ടി, വാട്ടറിന് ചൂടിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്തും അല്ലെങ്കിൽ നമുക്ക് കുളിക്കാനെല്ലാം ചൂട് വെള്ളം ഉണ്ടാക്കാൻ നേരത്തും എല്ലാം നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഈ വാട്ടർ ക്യാൻ ഹാസ് ദ എബിലിറ്റി ടു കണ്ടക്ട് ഹീറ്റ് എന്നുള്ള പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിന് ചൂടിനെ വിടാനായിട്ട് പറ്റും. അടുത്ത് നോക്കിയൊരു കോളം നോക്കിയേ. ദ സ്പ്രെഡിങ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് ലിക്വിഡ് ഫ്രം ഇറ്റ് സർഫസ് ടു ദ സറൗണ്ടിങ്സ് ഈസ് കാൾഡ് വേപ്പറൈസേഷൻ. ഇതാണ് ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ, എന്താണ് വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ സർഫസിൽ നിന്ന്, അതിൻ്റെ പ്രതലത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക് ഇങ്ങനെ ആവിയായി പോകുന്നതിനാണ് എന്തെന്ന് പറയുക? വേപ്പറൈസേഷൻ എന്ന് പറയുക. ചെറിയ ചെറിയ തുള്ളികൾ ആവിയായി ഇങ്ങനെ സറൗണ്ടിങ്സിലോട്ട് പോകുന്നതിനെയാണ് എന്തെന്ന് പറയുക? vaporization. As the substance heats up, the rate of vaporization increases. എന്താണ്? നല്ല ചൂട്, ഒത്തിരി ചൂടുണ്ടെങ്കിലോ വേഗം വേപ്പറൈസേഷൻസ് നടക്കും. വേപ്പറൈസേഷൻ ഒക്കേഴ്സ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. എല്ലാ ടെമ്പറേച്ചറിലും വേപ്പറൈസേഷൻ നടക്കും. എന്നാലും ചൂട് കൂടുതലാകുമ്പോൾ കൂടുതൽ വേപ്പറൈസേഷൻ നടക്കും. വാട്ടർ ഈസ് ദ ഓൺലി സബ്സ്റ്റൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ നേച്ചർ ഇൻ ഓൾ ദ 3 സ്റ്റേറ്റ്സ്. വാട്ടറാണ് എന്താണ് ലിക്വിഡിലും സോളിഡിലും ഗ്യാസിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? ആ വാട്ടർ മാത്രമാണ്. വാട്ടറിന് ഐസായിട്ട് നിൽക്കാൻ പറ്റും, ലിക്വിഡായിട്ട് നിൽക്കാൻ പറ്റും, ഗ്യാസായി ആവിയായി പോകാനും പറ്റുന്ന ഒരേ ഒരു ലിക്വിഡ് ആരാണ്? ഒരേ ഒരു സബ്സ്റ്റൻസ് ആരാണ്? വാട്ടർ ആണ്. അത് വാട്ടർ ലെവലിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. വാട്ടർ എപ്പോഴും ഒരേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 3 കണ്ടെയ്നേഴ്സ് എടുത്തു, 3 ഷേപ്പിൽ, അത് തമ്മിൽ ഒരു പൈപ്പ് വെച്ച് കണക്ട് ചെയ്തു. അപ്പോൾ എന്താണ്? അത് ഒരു കണ്ടെയ്നറിൽ നിങ്ങൾ ഒത്തിരി വെള്ളം എടുത്താലും അവസാനമാകുമ്പോൾ 3 കണ്ടെയ്നേഴ്സിലും ഒരേ ലെവലിൽ മാത്രമേ വെള്ളം ഉണ്ടാകാറുള്ളൂ. അപ്പോൾ എന്താണ്? വാട്ടർ ഓൾവേസ് മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. നിങ്ങൾ കിണറിലോട്ട് നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒത്തിരി വെള്ളം പൊങ്ങി നിൽക്കുന്നതും ഒത്തിരി താഴ്ന്നു നിൽക്കുന്നതും കണ്ടിട്ടുണ്ടോ? ഇല്ല, എപ്പോഴും ഒരേ ലെവലിലായിരിക്കും വെള്ളം നിൽക്കുന്നത്. അടുത്തെന്താണ്? What will happen to the water level in the wells of nearby houses when water bodies dry up? എന്താണ്? വെള്ളം എന്താണ്? നിങ്ങളുടെ വീട്ടിനടുത്ത് ഒരു പുഴയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പുഴയിൽ വെള്ളം വറ്റുമ്പോൾ നിങ്ങളുടെ കിണറിൽ നിന്നുള്ള വെള്ളവും കുറയും. കാര്യം എന്താണ്? ഈ പുഴയും നിങ്ങളുടെ വെല്ലും എല്ലാം അണ്ടർഗ്രൗണ്ട് വഴി കണക്റ്റഡ് ആയിരിക്കും. വാട്ടർ സോഴ്സസ് എപ്പോഴും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് എന്താണ്? റിവറിലെ വെള്ളം വറ്റുമ്പോൾ നിങ്ങളുടെ കിണറിലെ വെള്ളവും കുറയുന്നത്. Will the uncontrolled use of water by industries affect the availability of water in that area? എന്താണ്? നിങ്ങളുടെ വീടിനടുത്ത് ഒരു ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ ആ ഫാക്ടറി ഒത്തിരി വെള്ളം ഒരു റിവറിൽ നിന്നോ അല്ല നിങ്ങളുടെ വീട്ടിനടുത്ത് ഒരു റിവറിൽ നിന്ന് ഒത്തിരി വെള്ളം ആ ഫാക്ടറിയിലുള്ളവർ എടുക്കുകയാണ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയെങ്കിൽ നിങ്ങളുടെ വെല്ലിൽ വാട്ടർ ലെവൽ കുറയുമോ എന്നാണ് ചോദ്യം. കുറയല്ലേ? കാരണം എന്താ? അവരെടുക്കുന്ന ആ വെള്ളം എടുക്കുന്ന ആ റിവറും നിങ്ങളുടെ വെല്ലും എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് അണ്ടർഗ്രൗണ്ട് വഴി. അപ്പോൾ അവരുടെ ആ റിവറിലെ വെള്ളം കുറയുമ്പോൾ നിങ്ങളുടെ കിണറിലെ വെള്ളവും തനിയെ കുറയും. വാട്ടർ മെയിൻറ്റെയിൻ ഇറ്റ്സ് ലെവൽ. ദിസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? വാട്ടർ എപ്പോഴും ഒരേ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അത് വാട്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അടുത്ത വാട്ടർ സോഴ്സസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എർത്ത് ഈസ് എ വാട്ടറി പ്ലാനറ്റ്. എർത്തിൻ്റെ ഒരു വാട്ടറി പ്ലാനറ്റാണ്. വെള്ളം കൊണ്ട് നിറഞ്ഞ ഒരു പ്ലാനറ്റാണ് ഇത്. എർത്ത് തന്നിരിക്കുന്നു. എർത്തിൻ്റെ
1/3 പോർഷൻ മാത്രമേ എന്തുള്ളൂ, ലാൻഡ് ഉള്ളൂ. എർത്തിൻ്റെ 1/3 ഭാഗം മാത്രമേ എന്തുള്ളൂ, കരഭാഗമുള്ളൂ. ബാക്കി എല്ലാം എന്താണ്, അല്ലെങ്കിൽ കടൽ അല്ലെങ്കിൽ വെള്ളം കൊണ്ട് നിറഞ്ഞതാണ് എന്താണ് ഭൂമി എന്ന് പറഞ്ഞത്. വളരെ കുറച്ച് മാത്രമേ എന്തുള്ളൂ, ലാൻഡ് ഉള്ളൂ. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാട്ടറിൻ്റെ ഫ്രഷ് വാട്ടറിൻ്റെ സോഴ്സസ് ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്ത വാട്ടർ ഡ്രോപ്പ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ലിവിങ് ബീങ്സ് കനോട്ട് ലീവ് വിത്തൗട്ട് us ആസ് ദ വാട്ടർ ബോഡീസ് ഗെറ്റ് ഹീറ്റഡ് അപ്പ് വി റൈസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. എന്താണ് പറയുന്നത്, ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, വെള്ളത്തുള്ളികളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. വെള്ളം ചൂടാകുമ്പോൾ എന്ത് പറ്റും, പോൺസിലായിരുന്നാലും അല്ലെങ്കിൽ റിവേഴ്സിലായിരുന്നാലും സീയിലുള്ളതായിരുന്നാലും വെള്ളം ചൂടാകുമ്പോൾ അത് നീരാവിയായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും, അത് ആകാശത്തേക്ക് പോകും. അവിടെ ചെന്നിട്ട് അത് തണുത്താണ് മേഘങ്ങളാകുന്നത്. ഈ മേഘങ്ങളെല്ലാം ചേർന്നിട്ടാണ് മഴ പെയ്യുന്നത്. ഈ മേഘങ്ങൾ ആണ് മേഘങ്ങളിലുള്ള ചെറിയ ചെറിയ ഈ സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് റെയിൻ ഡ്രോപ്സ് ആകുന്നത്. ചെറിയ ചെറിയ ഈ ഇവിടെ നിന്ന് നീരാവിയായി പോയില്ലേ ആകാശത്തേക്ക്, അവർ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്, റെയിൻ ഡ്രോപ്സ് ആയിട്ട് മാറുന്നത്. ഈ റെയിൻ ഡ്രോപ്സ് ആണ് ഭൂമിയിലേക്ക് മഴയായിട്ട് പെയ്യുന്നത്. ദസ് വി ബിക്കം പാർട്ട് ഓഫ് വാട്ടർ സോഴ്സസ്. അങ്ങനെയാണ് നമ്മൾ ഈ വെള്ളത്തുള്ളികളാണ് എന്തിലേക്ക്, റിവേഴ്സിലേക്കും പോൺസിലേക്കും വെൽസിലേക്കും എല്ലാം വീണ്ടും വരുന്നത്. ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ ഫ്രഷ് വാട്ടർ സോഴ്സസ് അവൈലബിൾ ബട്ട് മെനി ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ കോസിങ് വാട്ടർ പൊല്യൂഷൻ. മനുഷ്യർക്ക് എപ്പോഴും വേണ്ടത് ശുദ്ധജലമാണ്. എന്നാൽ മനുഷ്യൻ തന്നെയല്ലേ പൊല്യൂഷനിലൂടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിലൂടെയും മലിനീകരണത്തിലൂടെയും എല്ലാം ഈ ഫ്രഷ് വാട്ടറിൻ്റെ സോഴ്സസിനെ ഇല്ലാണ്ടാക്കുന്നത് ആരാണ്, മനുഷ്യന്മാർ തന്നെയാണ് എന്ന് മഴത്തുള്ളികൾ പറയുകയാണ്. എങ്ങനെയാണ് മനുഷ്യൻ ശുദ്ധജലത്തെ നശിപ്പിക്കുന്നതെന്നാണ് ഇവിടെ താഴെ 4 പിക്ചേഴ്സിൽ തന്നിരിക്കുന്നത്. കന്നുകാലികളെല്ലാം കൊണ്ട് റിവേഴ്സിൽ കൊണ്ടുവന്ന് കഴുകുന്നു. പിന്നെ എല്ലാവരും വന്ന് വേസ്റ്റ് എല്ലാം ഇങ്ങോട്ടേക്ക് വലിച്ചെറിയുന്നു, റിവേഴ്സിലേക്ക് വലിച്ചെറിയുന്നു. ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ് എല്ലാം റിവേഴ്സിലേക്ക് തുറന്നു വിടുന്നു. ഇത് കാരണമാണ് നമുക്ക് ചുറ്റുമുള്ള റിവർ ബോഡീസ് എല്ലാം മാലിന്യം കൊണ്ട് നിറയുന്നത്. എങ്ങനെയെല്ലാം നമുക്ക് വാട്ടർ കൺസേർവ് ചെയ്യാമെന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് നമ്മൾ മഴവെള്ള സംഭരണി ഉണ്ടാക്കാം. ചെക്ക് ഡാം ചെക്ക് ഡാം എന്ന് പറഞ്ഞാൽ തടയണ. സ്റ്റോൺ വാൾ എന്ന് പറഞ്ഞാൽ കയ്യാല. പിന്നെ അടുത്ത വെൽ റീചാർജിങ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്യുവർ വാട്ടർ ഈസ് പ്രഷ്യസ്, ഡോൺ വേസ്റ്റ് ഇറ്റ്. പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ജലം എന്ന് പറഞ്ഞാൽ അമൂല്യമാണ്. അതിനാൽ നമ്മളതിനെ എന്ത് ചെയ്യരുത്, വേസ്റ്റ് ചെയ്യരുത്. അടുത്തായിട്ടൊരു എക്സസൈസാണ് വാട്ടറിൻ്റെ സ്റ്റേറ്റിനെ പറ്റിയുള്ളത്, ഒരു അവസ്ഥകളെ പറ്റിയാണ്. വാട്ടർ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, ചൂടാക്കുമ്പോൾ സ്റ്റീമാവും. സ്റ്റീം ഏത് സ്റ്റേറ്റിലുള്ളതാണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ. വാട്ടർ കൂൾ ചെയ്യുമ്പോൾ ഐസായിട്ട് മാറും. ഐസ് ഏത് സ്റ്റേറ്റിലുള്ളതാണ്, സോളിഡ് സ്റ്റേറ്റിലുള്ളതാണ്. അടുത്ത ചാർട്ടിൽ വാട്ടറിൻ്റെ ഓരോ യൂസസിനെ പറ്റിയാണ്. വാട്ടർ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്ന, കുക്കിംഗ്, ക്ലീനിങ്, ഡ്രിങ്കിങ്. അടുത്ത വാട്ടറിന് പൊല്യൂഷൻ വരാൻ കാരണം എന്താ, ത്രോയിങ് വേസ്റ്റ് ത്രോ ചെയ്യുക. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിലേക്ക് തുറന്നു വിടുക. അടുത്ത വാട്ടറിന് ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ട്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്, കളർലെസ്, ഓഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ്. ആൻഡ് വാട്ടറിൻ്റെ സോഴ്സ് ഇതൊക്കെയാണ്, റെയിൻ വാട്ടർ, ദെൻ വെൽസ് ആൻഡ് പോൺസ് ആണ് വാട്ടറിൻ്റെ സോഴ്സസ്. അടുത്ത ചാർട്ടിൽ വാട്ടറിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. അത് റിവറിൽ നിന്ന് കിട്ടിയ വാട്ടറിന് ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, പോണ്ടിൽ നിന്ന് കിട്ടിയ വാട്ടറിന് എന്തെല്ലാം ഉണ്ട്, വെള്ളിയിൽ നിന്നുള്ളതിന് ഉണ്ട്. അപ്പോൾ കളർ, റിവറിൽ നിന്ന് കിട്ടിയ വെള്ളത്തിന് മഡ്ഡി കളറാണ്, ചെളിയുടെ കളറാണ്. പോണ്ടിൽ നിന്ന് കിട്ടിയ വെള്ളത്തിനും ഒരു മഡ്ഡി കളറാണ്, ചെളിയുടെ നിറമാണ്. അടുത്ത് പക്ഷേ കിണറിൽ നിന്ന് കിട്ടിയ, വെള്ളിയിൽ നിന്ന് കിട്ടിയ വെള്ളത്തിനോ ക്ലിയർ കളറൊന്നും ഇല്ല. അടുത്ത ഓർഡർ നോക്കിയാലും റിവറിൽ നിന്നും പോണ്ടിൽ നിന്നും കിട്ടിയ വെള്ളത്തിന് ഒരു ഫോൾ ഓർഡറാണ്, ഒരു മോശമായിട്ടുള്ള ഒരു മണമാണ്. എന്നാൽ വെള്ളിയിൽ നിന്ന് കിട്ടിയ, കിണറിൽ നിന്ന് കിട്ടിയ വെള്ളത്തിന് ഒരു ഓർഡറും ഇല്ല. അടുത്ത ഓർഗാനിക് വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. റിവറിലും പോണ്ടിലും വേസ്റ്റുകളുണ്ട്, എന്നാൽ വെള്ളിലില്ല. കെമിക്കൽ വേസ്റ്റ് റിവറിലും പോണ്ടിലും ഉണ്ട്, എന്നാൽ വെള്ളിലില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല വെള്ളം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെല്ലാണ്. വെള്ളിലാണ് ഒരു മാലിന്യങ്ങളും ഇല്ല, അതിന് കളറും ഇല്ല, ഓർഡറും ഇല്ല അല്ലേ. അടുത്ത്, ക്യാൻ വി മേക്ക് റിവർ ആൻഡ് പോണ്ട് വാട്ടർ പോർട്ടബിൾ. നമുക്ക് ഈ റിവറിൽ നിന്നും പോണ്ടിൽ നിന്നെല്ലാം കിട്ടിയ മോശമായിട്ടുള്ള വെള്ളമാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതിനെങ്ങനെ നമുക്ക് നന്നായിട്ട് എടുക്കാം, അതിനെ പ്യൂരിഫൈ ചെയ്യാം. നമുക്ക് പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നാണ്. അവോയ്ഡ് ത്രോയിങ് വേസ്റ്റ് വാട്ടറിലേക്ക് വേസ്റ്റുകൾ വലിച്ചെറിയുക നമ്മൾ അവോയ്ഡ് ചെയ്യണം.
അടുത്ത് ഒരു എക്സസൈസാണ് വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി. കണ്ടക്സ് ഹീറ്റ്, ചൂട് കടത്തിവിടും വാട്ടർ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുക? കുക്ക് ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് ബോയിലിംഗ് വാട്ടർ, വെള്ളം ചൂടാക്കാൻ. അടുത്ത മെയിൻറ്റെയിൻസ് ലെവൽ, വെള്ളം എപ്പോഴും ഒരേ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. അതിനൊരു എക്സാമ്പിൾ എവിടെയാണ്? വെൽസിൽ എപ്പോഴും ഒരേ ലെവലായിരിക്കും. ദെൻ വാട്ടർ ലെവൽ റിമെയിൻസ് സെയിം ഇൻ കണക്റ്റഡ് വെസൽസ്, അതായത് തമ്മിൽ കണക്ട് ചെയ്ത പൈപ്പ് വെച്ചോ മറ്റോ കണക്ട് ചെയ്ത പാത്രങ്ങളിൽ ഒരേ ലെവലിൽ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യും. യൂണിവേഴ്സൽ സോൾവെൻറ്റ്, അതായത് എല്ലാ കാര്യങ്ങളെയും ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് നമ്മൾ എവിടെ ഉപയോഗിക്കും? കുക്കിങ്ങിലൊക്കെ ഉപയോഗിക്കും, വാഷിങ്ങിൽ ഉപയോഗിക്കും. അടുത്ത എബിലിറ്റി ടു വേപ്പറൈസ്, നീരാവിയായി പോകാനുള്ള ഒരു കഴിവ്. അത് നമ്മൾ എപ്പോൾ ഉപയോഗിക്കും? ഡ്രൈയിങ് ക്ലോത്ത്സ്, അപ്പോൾ തുണിയെല്ലാം ഉണക്കാനിടുമ്പോൾ നീരാവിയായി പോയാണ് ആ തുണിയെല്ലാം ഉണങ്ങി കിട്ടുക. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.